മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ തിരഞ്ഞെടുത്ത് ഈ ജീവിതയാത്രയിൽ കൈപിടിച്ചുയർത്തി പൗരോഹിത്യം എന്ന മഹാധ്യാനം എൻ്റെ കൈകളിലേക്ക് വച്ചു തന്ന പൊന്നു തമ്പുരാൻ്റെ മുമ്പിൽ ഇപ്പോൾ ഞാൻ നന്ദിയോടെ എൻ്റെ ശിരസ്സുകൾ നമിക്കുകയാണ്. ഈ നിമിഷം ഞാൻ കടന്നു വന്ന വഴിത്താരകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദിയുടെ വാക്കുകൾ മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സെമിനാരിയിൽ എന്നെ സ്വീകരിക്കുകയും എൻ്റെ പരിശീലന കാലയളവിൽ പ്രാർത്ഥന വഴിയും ഉപദേശത്താലും സ്നേഹത്തിൻ്റെ വലയത്തിൽ എന്നെ പൊതിഞ്ഞു പിടിച്ച് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയ ബാബ തിരുമനസിനെ ഏറെ നന്ദിയോടെ ഈ നിമിഷം ഞാൻ ഓർക്കുകയാണ്. ഞാൻ കുപ്പായിട്ട വർഷം മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ആ പ്രയാസങ്ങൾ ഒരുപക്ഷെ എന്നെ കൂടുതൽ ഒരുക്കിയത് അതൊക്കെ തന്നെയാണ്. കാരണം അന്ന് വരെ ഞങ്ങളുടെ കുടുംബത്തിന് കരുതലും കാവലുമായി നിന്നത് ഞങ്ങളുടെ പപ്പയാണ്. അപ്പം പപ്പയ്ക്ക് ഒരു അസുഖമൊക്കെ വന്ന സമയത്ത് ഒരുപാട് ജോൺസൺ കൊച്ചുണ്ണലച്ഛൻ എൻ്റെ സ്ഥാനത്ത് നിന്ന് ഭവനത്തെ ഒരുപാട് കരുതിയിട്ടുണ്ട്. കാരണം ഞാൻ ആകെപ്പാടെ പപ്പ ഏകദേശം ഒരു 4-5 മാസം ആശുപത്രി കിടന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു രാത്രി മാത്രമാണ് പപ്പയ്ക്ക് വേണ്ടി ഞാൻ ആശുപത്രിയിൽ ഇരുന്നത്. അതിൽ ബാക്കിയെല്ലാം ഇരുന്നതിൻ്റെ അനിയനാണ്. ആ സമയത്ത് അവന് ഒരു ജ്യേഷ്ഠൻ്റെ സ്നേഹവും കരുതലും നൽകിയത് ജോൺസൺ കൊച്ചുണ്ണലച്ഛനാണ്. അച്ഛനെ ഈ നിമിഷം ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഇനി നന്ദിയോടെ ഓർക്കുക പപ്പയും മമ്മിയാണ്. ജന്മം നൽകി വളർത്തിയതിന്, ഈ ബലിപീഠമാണ് ഏക ആശ്രയം എന്ന് പഠിപ്പിച്ചതിന്, ഇത്രത്തോളം സ്നേഹത്തിൽ ഞങ്ങൾ രണ്ടുപേരെയും വളർത്തിയത് ഞാൻ പപ്പയോട് വളരെ കുറച്ച് നാൾ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. കാരണം ഞങ്ങൾ സുഖമായി ജീവിക്കാൻ വേണ്ടി പപ്പ വിദേശത്ത് ഒരുപാട് നാൾ ജോലി ചെയ്താണ് ഞങ്ങളെ വളർത്തിയത്. അതുപോലെ മമ്മി സർവീസ് സ്കൂളിൽ ആയിട്ട് ജോലി ചെയ്താണ് ഞങ്ങളെ വളർത്തിയത്. നിങ്ങൾ രണ്ടുപേരും സഹനത്തിന് ഈ നിമിഷം ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അതുപോലെ ജന്മം കൊണ്ട് ഞാൻ നിഖിലിന് ചേട്ടനാണെങ്കിലും കർമ്മം കൊണ്ട് പലപ്പോഴും അവൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ സ്ഥാനത്തായിരുന്നു. കാരണം വീട്ടിൽ പപ്പ ഇത്ര നാൾ വയ്യാതായി കിടന്നതോ ഇതുപോലെ എന്താവശ്യം വന്നിട്ടുണ്ട് ഒരാവശ്യം പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. അവനൊന്നും എന്നെ അറിയിക്കുകയില്ലായിരുന്നു. കാരണം എൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യവും അവൻ ക്രമീകരിച്ചു. എൻ്റെ സെമിനാരി ജീവിതം ഇന്ന് മനോഹരമായിട്ട് അവസാനിച്ച് ഇന്ന് ഞാൻ പുരോഹിതനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഏറെ നന്ദിയോടെ ഓർക്കുക അവനെയാണ്. കാരണം എൻ്റെ ഏത് ആവശ്യങ്ങൾക്കും അവന് ഏറ്റവും മുമ്പിലുണ്ടായിരുന്നു. ഇന്ന് ഞാൻ സുഖമായി ഇവിടെ നിൽക്കുന്നതിന് മറ്റൊരു കാരണം എല്ലാ കഷ്ടപ്പാടുകളും അവൻ ഒറ്റയ്ക്ക് ഏറ്റെടുത്തത് കൊണ്ടാണ്. ഈ നിമിഷം അവനെയും ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത് മാത്രമാണ്. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് മുതൽ ബാബ തിരുമേനി പറഞ്ഞതുപോലെ ഈ ബലിപീഠത്തിൽ ബലിയർപ്പിക്കാൻ നിങ്ങളുടെ മകനുണ്ട്. എൻ്റെ എല്ലാ ബലികളിലും ഇനി നിങ്ങളും എന്നോടൊപ്പമുണ്ട്. ഈ യാത്രയിൽ എൻ്റെ കാലുകൾക്ക് ബലമായും എൻ്റെ കൈകൾക്ക് കരുത്തായും എന്നെ സഹായിച്ചതിനും പ്രാർത്ഥിച്ചതിനും ഒരുക്കിയതിനും നിങ്ങളെല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി.